ഗുഡ് മോർണിംഗ്. അപ്പം ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സ്പിന്നിനെ കുറിച്ചൊക്കെ പറഞ്ഞു. സ്പിൻ കോണ്ടന്റ് നമ്പർ ഉണ്ട് ഒരു ഇലക്ട്രോണിന് അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിന് ഒരു സ്പിന്നുണ്ട് എന്നും കൂടി പറഞ്ഞു. അപ്പോൾ ഒരു സിസ്റ്റത്തിൻ്റെ ടോട്ടൽ ആംഗുലർ മൊമെൻ്റ് എന്ന് പറയുന്നത് ഓർബിറ്റൽ ആംഗുലർ മൊമെൻ്റ് മാത്രമല്ല സ്പിന്നും കൂടി ഉള്ളതാണെന്നൊക്കെ പറഞ്ഞു. ഇനി ആ സ്പിന്നിനെ കുറിച്ച് ഡിസ്കവർ ചെയ്ത കാര്യമാണ് പറയുന്നത്. അത് സ്റ്റേൺ ഗെർലാക് ഒരു എക്സ്പെരിമെൻ്റ് ഉപയോഗിച്ചിട്ടാണ് സ്പിന്നിനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ സ്റ്റേൺ ഗെർലാക് എന്താ പറയുന്നത്, നമുക്കൊരു സിസ്റ്റത്തിന് അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിനെ സ്പെസിഫൈ ചെയ്യാനായിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞ NLM, നമ്മളൊരു ഹൈഡ്രജൻ ആറ്റമൊക്കെ പഠിച്ചപ്പോൾ എന്നും എല്ലും എം വെച്ചിട്ടാണ് നമ്മൾ ആ വേവ് ഫംഗ്ഷനെയൊക്കെ പറഞ്ഞത്. വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിൻ്റെ അവസ്ഥയെ പറയാനായിട്ട്. അത് മാത്രം പോരാ, ഇൻ അഡീഷൻ ടു NL ഒരു സ്പിന്നും കൂടി വേണം എന്നുള്ളതാണ് സ്റ്റേൺ ഗെർലാക് എക്സ്പെരിമെൻ്റ് എംബസൈസ് ചെയ്യുന്നത്. അപ്പം അതിനു വേണ്ടി അവരൊരു എക്സ്പെരിമെൻ്റ് ഇലക്ട്രോണിക് സ്പിൻ ഉണ്ടെന്നുള്ളൊരു കാര്യം കണ്ടുപിടിക്കാനായിട്ട് ഒരു എക്സ്പെരിമെൻ്റ് നടത്തിയുള്ള ഈ ഒരു എക്സ്പെരിമെൻ്റ് ഒരു സിൽവർ ആറ്റത്തിനെ ഒരു ഫർണസിൽ കൂടി ഹീറ്റ് ചെയ്യുന്നു. ഹീറ്റ് ചെയ്യുമ്പോഴേക്കും ആ സിൽവർ ആറ്റം എന്ത് ചെയ്യുന്നൊരു സിൽവർ ബീം ആറ്റത്തിൻ്റെ ബീംസ് അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ബീമിന് ഒരു നോൺ യൂണിഫോം ആയിട്ടുള്ള മാഗ്നറ്റിക് കൂടി കടത്തി വിടണേണ്. മാഗ്നറ്റിക് കൂടി കടത്തി വിടുമ്പോഴേക്കും എന്ത് ചെയ്യുന്നു, നമുക്ക് രണ്ട് സ്പോട്ടുകളായിട്ട് മേളിൽ താഴെ കിട്ടുന്നു. ഇതാണ് അവർക്ക് ചെയ്തപ്പോൾ കിട്ടിയ എക്സ്പെരിമെൻറ്റിൻ്റെ കാര്യം. ഞാൻ അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഒരു ബീം ഓഫ് സിൽവർ ആറ്റം ഹാവിങ് വെൽ ഡിഫൈൻഡ് ഡയറക്ഷൻ ഈസ് പാസ് ത്രൂ ആൻ ഇൻഹോമോജിനിയസ് അല്ലെ നോൺ യൂണിഫോം ആയിട്ടുള്ളൊരു മാഗ്നറ്റിക് ഫീൽഡ് കൂടി കടത്തി വിടുന്നതാണ്. ആൻഡ് കണ്ടൻസ്ഡ് ഓൺ എ ഗ്ലാസ് പ്ലേറ്റ്, ഒരു ഫോട്ടോഗ്രാഫി പ്ലേറ്റിനകത്ത് പ്ലേറ്റിനകത്ത് കണ്ടൻസ് ചെയ്യുമ്പോഴേക്കും ഒരു അപ്രോക്സിമേറ്റ്ലി ഹാഫ് ഓഫ് ദി സിൽവർ ആറ്റം വെർ ഡിഫ്ലക്റ്റഡ് അപ്വേർഡ്സ് ആൻഡ് ഹാഫ് ഓഫ് ദി ഡിഫ്ലക്റ്റഡ് ഡൗൺവേർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു 100 എണ്ണം കടത്തി വിടുന്ന 100 സിൽവർ ആറ്റം ബീമോ സിൽവർ ആറ്റം ഒരു നോൺ യൂണിഫോം മാഗ്നറ്റിക് കൂടി കടത്തി വിടുമ്പോഴേക്കും ഒരു 50ഓളം ടോപ്പിൽ ഫോട്ടോഗ്രാഫി പ്ലേറ്റിനകത്ത് ബാക്കി അറൗണ്ട് 50ഓളം താഴെയും കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ ഈ ഒബ്സർവേഷൻ എന്താ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ഓൺലി ഇങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ് സിൽവർ ആറ്റം എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റായിട്ട് ബിഹേവ് ചെയ്യണമെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനൊരു രണ്ട് ഡിഫറെൻറ്റ് സ്പോട്ടുകൾ ടോപ്പിലും അപ്പും ഡൗണും കിട്ടുള്ളൂ. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ ആദ്യ കാലഘട്ടങ്ങളിൽ സിൽവറിൻ്റെ മാഗ്നറ്റിക് മൊമെൻ്റ് ഒന്നും വലിയ കാര്യമായിട്ട് അറിവുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ സിൽവറിനെ കുറിച്ച് സ്റ്റഡി ചെയ്യണമെങ്കിൽ സിൽവറിനെന്ന് പറയുമ്പോൾ അതിൻ്റെ ഔട്ടർ ഷെല്ലിനകത്ത് ഒരു ഇലക്ട്രോൺസ് ഉണ്ട്, 5s1 എന്നുള്ളൊരു ഇലക്ട്രോൺസ് ഉണ്ട്, ഒരു അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഒരു അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ട് ഇലക്ട്രോണിൻ്റെ ചാർജ് ഉണ്ട്. അപ്പോൾ ഒരു ചാർജ് റൊട്ടേറ്റിംഗ് ബോഡിയാണ്. അത് റൊട്ടേറ്റ് ചെയ്യുന്നതിന് ഭാഗമായിട്ട് ഒരു ബിഹേവ് ലൈക്ക് മാഗ്നറ്റിക് ഉണ്ടാകും, ഒരു ബാൻഡായിട്ട് ആക്ട് ചെയ്യുന്നു. ദെൻ എന്ത് ചെയ്യുന്ന ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന സിൽവർ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ അതിനൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഒരു മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യുന്നത് മാഗ്നറ്റ് ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് വരുമ്പോഴേക്കുള്ള ഡിഫ്ലക്ഷനാണ് ഇവിടെ പറഞ്ഞത്. ദെൻ ഇൻട്രാക്ട് വിത്ത് അപ്ലൈഡ് ഫീൽഡ്. ഇപ്പം നോർമലി നമ്മൾ ക്ലാസിക്കൽ തിയറി വെച്ചിട്ടാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുന്നത്, ദ റിസൾട്ടിങ് ആംഗുലർ മൊമെന്റം ക്യാൻ ടേക്ക് എനി വാല്യൂ ആൻഡ് അസോസിയേറ്റഡ് ക്യാൻ ഓറിയന്റ് എനി ഡയറക്ഷൻസ് ഓഫ് യൂണിഫോം ബ്രോഡനിങ് ഓഫ് ദി എക്സ്പെക്റ്റഡ്. അപ്പോൾ ക്ലാസിക്കൽ തിയറി പ്രകാരം നമുക്ക് ഇവിടെ ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് കറക്റ്റ് അറിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഇത് ഇൻട്രാക്ട് ചെയ്തിട്ട് ഈ പ്ലേറ്റിനകത്ത് യൂണിഫോം ആയിട്ട് സ്പ്രെഡ് ചെയ്യുന്നതായിരുന്നു ക്ലാസിക്കൽ തിയറി പ്രകാരം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ കിട്ടിയത് എന്തായിരുന്നു, രണ്ട് സ്പോട്ടായിട്ടാണ് കിട്ടിയത്. ക്ലാസിക്കൽ മെക്കാനിക്സ് വരെ ഒരു യൂണിഫോം ബ്രോഡനിങ് ആണ് കിട്ടിയത്. പക്ഷെ ആക്ച്വൽ എക്സ്പെരിമെന്റിനകത്ത് നമുക്ക് ഓൺലി 2 ഷാർപ്പ് ഡിസ്ക്രീറ്റ് ബാൻഡ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്തത്. അതിൻ്റെ അർത്ഥം ആംഗുലർ മൊമെന്റം എന്ന് പറയുന്നത് ക്വാണ്ടൈസ്ഡ് ആണ്. അപ്പം അങ്ങനെ ക്വാണ്ടൈസ്ഡ് ആണെങ്കിൽ അത് 2s+1 പോസിബിൾ ഡയറക്ഷൻ ഉണ്ട്. അപ്പം അതിൽ നിന്ന് ആ എസ് എന്ന് പറയുന്നത് അതിൻ്റെ കോണ്ടന്റ് നമ്പർ ആണ്, വിച്ച് ഈസ് എ നോൺ നെഗറ്റീവ് അല്ലാത്തതായിട്ടുള്ളൊരു കോണ്ടന്റ് നമ്പർ ആണ്. അങ്ങനെ അവർ കണ്ടുപിടിച്ച്. അപ്പം ദ നോൺ ഇൻറ്റഗ്രൽ വാല്യൂ ഓഫ് എസ് അതിൻ്റെ സജസ്റ്റ് ചെയ്യുന്നത് ആംഗുലർ മൊമെന്റം ഈസ് നോട്ട് ഡ്യൂ ടു ഓർബിറ്റൽ മോഷൻ. ആംഗുലർ മൊമെന്റം എന്ന് പറയുന്നത് ഓർബിറ്റൽ മോഷൻ അല്ല, പിന്നെന്താ സ്പിൻ ഓഫ് ദി ഇലക്ട്രോൺ ആണ്, എബൌട്ട് ഇറ്റ്സ് ആക്സിസ് ആണെന്ന് അവർ പ്രിഡിക്റ്റ് ചെയ്തു. ദെൻ ആ കോണ്ടന്റ് നമ്പറിന് അവർ സ്പിൻ കോണ്ടന്റ് നമ്പർ അല്ല സ്പിൻ ആംഗുലർ മൊമെന്റം സ്പിൻ കോണ്ടന്റ് നമ്പർ വാസ് സിംപ്ലി അതിനെ വിളിച്ച പേര് സ്പിൻ കോണ്ടന്റ് നമ്പർ അല്ലെങ്കിൽ സ്പിൻ ആംഗുലർ
കോണ്ടന്റ് നമ്പർ എന്നുള്ള രീതിയിലാണ് അതിനെ വിളിക്കുന്നത്. സ്പിൻ ആംഗുലർ മൊമെന്റം നല്ല രീതിയിൽ വിളിക്കുന്നു. ദെൻ സ്പിൻ ആംഗുലർ മൊമെന്റം മേ ഹാവ് ടു ഡിഫറെന്റ് ഓറിയന്റേഷൻ. അതൊക്കെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ്. അപ്പോൾ അത് റെപ്രസെന്റ് ചെയ്ത് അതിന്റെ മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ വെച്ചിട്ട് MS വെച്ച് അതിന്റെ വാല്യൂ +or- S ആണ്. ഇലക്ട്രോണിന്റെ കേസിനകത്ത് S വാല്യൂ എന്ന് പറഞ്ഞാൽ ഹാഫ് ആണ്. അപ്പോൾ +½ -½ ഉണ്ട്. +½ ആൽഫ സ്പിൻ എന്ന് പറയുന്നത് അപ്പ് ഡയറക്ഷനാണ്, -½ എന്ന് പറഞ്ഞാൽ ഡൗൺ ഡയറക്ഷനാണ് എക്സ്റ്റേണൽ ഫീൽഡിനകത്ത്. അപ്പോൾ ആ പുതിയ കോണ്ടന്റ് നമ്പർ MS നമ്മൾ വിളിക്കുന്നത് സ്പിൻ മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ എന്നുള്ള പേരിലാണ് വിളിക്കുന്നത്. ഈ സ്പിൻ ഓർബിറ്റൽസ്. അപ്പോൾ ഇത്ര നേരം നമ്മൾ പറഞ്ഞപ്പോൾ എന്തായിരുന്നു, ഓർബിറ്റൽസ് എന്ന് പറഞ്ഞത് ഒരു സ്പേസിനകത്ത് ഉള്ള മൂവ്മെന്റ് മൂലമായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പം എന്തുണ്ട്, ഇലക്ട്രോണിന് ഓർബിറ്റൽ മോഷൻ കൂടാതെ സ്പിൻ മോഷനും കൂടി ഉണ്ട്. അപ്പം അതും കൂടി ഇൻക്ലൂഡ് ചെയ്താലാണ് നമുക്ക് ഒരു സിസ്റ്റത്തിന്റെ ഇലക്ട്രോണിന്റെ സ്റ്റേറ്റ് കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനാണ് നമ്മൾ സ്പിൻ ഓർബിറ്റൽ എന്ന് പറയുന്നത്. The description of an atom is incomplete without mentioning the spin state of electron at any instant. അപ്പോൾ ഒരു ആറ്റത്തിന്റെ ഡിസ്ക്രിപ്ഷൻ അതിന്റെ സ്പിൻ സ്റ്റേറ്റ് പറഞ്ഞില്ലെങ്കിൽ അത് കംപ്ലീറ്റ് അല്ല. An orbital gives an incomplete description of an electron. അപ്പോൾ ഒരു ഓർബിറ്റൽ എന്ന് പറയുന്നത് ഇലക്ട്രോൺസിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ അല്ല. കാരണം ഓർബിറ്റലിനകത്ത് നമ്മൾ ഓർബിറ്റൽ മോഷൻ മാത്രമേ പറയുന്നുള്ളൂ, അവിടെ സ്പിൻ പറയുന്നില്ല. അപ്പോൾ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ കംപ്ലീറ്റ് വേവ് ഫംഗ്ഷൻ ദാറ്റ് റെപ്രസെന്റ് ആക്റ്റീവ് സ്റ്റേറ്റ് ഓഫ് ഇലക്ട്രോൺ മസ്റ്റ് ഗിവ് നോട്ട് only probability find electron at an instant in a given point in space, but also probability that it is one or either spin state. അപ്പോൾ ഈ പറയുന്നത് ഒരു കംപ്ലീറ്റ് വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ കണ്ടുപിടിക്കണം മാത്രമല്ല, പിന്നെന്താണ്, ഓൾസോ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് ഇൻ ഇറ്റ് ഈസ് ഇൻ വൺ ഓർ അതർ സ്പിൻ സ്റ്റേറ്റ്. ഏതെങ്കിലും ഒരു സ്പിൻ സ്റ്റേറ്റ് ആണ്, ആൽഫ അല്ലെങ്കിൽ ബീറ്റ ആണ്, അതും കൂടി പറഞ്ഞെങ്കിലാണ് ആ വേവ് ഫംഗ്ഷൻ കംപ്ലീറ്റ് ആകുള്ളൂ. സോ നമ്മളിപ്പോൾ ഒരു കൺസിഡറേഷൻ കൊടുക്കണമെങ്കിൽ നോ ഇന്ററാക്ഷൻ ഈസ് സപ്പോസ് ടു ഒക്കർ ബിറ്റ്വീൻ ഓർബിറ്റൽ ആൻഡ് സ്പിൻ മോഷൻ. ഓർബിറ്റൽ മോഷനും സ്പിൻ മോഷനും, ഇലക്ട്രോണിന്റെ ഓർബിറ്റൽ മോഷനും സ്പിൻ മോഷനും തമ്മിൽ പ്രത്യേകിച്ച് ഇന്ററാക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ the actual state of electron is represented by product of the orbital and spin pressure. അപ്പോൾ ആ ഇലക്ട്രോണിന്റെ ആക്ച്വൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, പ്രോഡക്റ്റ് ഓഫ് ഓർബിറ്റൽ ആൻഡ് സ്പിൻ ഫംഗ്ഷൻ, ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് സ്പിൻ ഓർബിറ്റൽ. അപ്പോൾ നമ്മൾ വെറും ആദ്യകാലങ്ങളിൽ വെറും ഓർബിറ്റൽസ് മാത്രമേ പറഞ്ഞിട്ടില്ല. ആ ഓർബിറ്റൽസ് എന്തായിരുന്നു, ഓർബിറ്റൽ മോഷൻ സ്പേസിനകത്തിൽ അതിൻ്റെ മോഷൻ മാത്രമേ ഉണ്ടായിരുന്നു, മൂവ്മെന്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് പോരാ, എന്താണ്, സ്പിന്നും കൂടി വരണം. അപ്പോൾ ഇവർ തമ്മിൽ പ്രത്യേകിച്ച് ഇന്ററാക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള പ്രോഡക്റ്റ് ആയിരിക്കും. ആ പ്രോഡക്റ്റിനെയാണ് നമ്മൾ സ്പിൻ ഓർബിറ്റൽസ് എന്നുള്ള രീതിയിൽ വിളിക്കുന്നത്. എത്ര നാളും വെറും ഓർബിറ്റൽസ് ആയിരുന്നു, ഇപ്പോൾ സ്പിൻ ഓർബിറ്റൽസ് ആണ്. അപ്പോൾ പ്രോഡക്റ്റ് ഈസ് കോൾഡ് സ്പിൻ ഓർബിറ്റൽ കറസ്പോണ്ടിങ് ടു സ്പിൻ ഓർബിറ്റൽ. ദെൻ കറസ്പോണ്ട് ഒരു ഓർബിറ്റൽ നമ്മൾ ഫൈ എന്നുള്ളൊരു ഓർബിറ്റൽ എടുക്കണമെന്നുണ്ടെങ്കിൽ ദർ വിൽ ബി 2 സ്പിൻ ഓർബിറ്റൽസ്. ഒരു ഓർബിറ്റൽ ഫൈ ആണെങ്കിൽ അതിന് 2 സ്പിൻ ഓർബിറ്റൽ ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ഫൈ ഓഫ് ആൽഫ ആൻഡ് ഫൈ ഓഫ് ബീറ്റ. That is the complete one electron wave function psi is called spin orbital, which is a product of space wave function and spin wave function. അപ്പോൾ ഒരു 1 ഇലക്ട്രോൺ സിസ്റ്റം എടുക്കണേന് അതിന്റെ കംപ്ലീറ്റ് വേവ് ഫംഗ്ഷൻ, നമ്മൾ വേവ് ഫംഗ്ഷൻ റെപ്രസെന്റ് ചെയ്യാനായിട്ട് സൈ ആയിട്ടാണ് എടുക്കുന്നത്. ഇലക്ട്രോൺസ് ഒരു വേവ് ആയിട്ട് എടുക്കുന്ന കൺസിഡർ ചെയ്തിട്ടാണ് ഷ്രോഡിംഗർ ഇക്വേഷൻ എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ അത് സൈയുടെ വാല്യൂസ് നമ്മൾ സൈ ഓഫ് ആർ തീറ്റ ഫൈ സീക്വൽ ആർ ഓഫ് ആർ തീറ്റ ഓഫ് തീറ്റ പൈ എഫ് ഐ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചത്. അതൊക്കെ സ്പേസിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. പക്ഷെ അത് മാത്രമല്ല, എന്താ, സ്പിന്നും കൂടി ഉണ്ട്. സോ കംപ്ലീറ്റ് 1 ഇലക്ട്രോൺ ഫംഗ്ഷൻ സൈ ഈസ് കോൾഡ് സ്പിൻ ഓർബിറ്റൽ എന്ന് പറയുന്നത് എന്താ, വിച്ച് ഇസ് എ പ്രോഡക്റ്റ് ഓഫ് സ്പേഷ്യൽ വേവ് ഫംഗ്ഷൻ ആൻഡ് സ്പിൻ വേവ് ഫംഗ്ഷൻ. അപ്പോൾ സൈ ടോട്ടൽ എന്ന് പറയുന്നത് സൈ ഓഫ് സ്പേസും ആൻഡ് സൈ ഓഫ് സ്പിന്നും ആയിരിക്കും. So spatial and spin part wave functions are independent. അവിടെ കൂടി ഒരു പ്രത്യേക കാര്യം എന്താ, they are independent. അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ സൈ ഓഫ് എക്സ് വൈ ഇസഡ് സ്പേസ് കോർഡിനേറ്റ്, കാർട്ടീഷ്യൻ കോർഡിനേറ്റ്, ദെൻ ആൽഫ എന്ന് പറയുന്നത് സ്പിൻ എടുക്കണമെങ്കിൽ സൈ ഓഫ് സ്പേസ് ഇൻഡ് ആൽഫ. സിമിലർലി സൈ ഓഫ് സ്പേസ് ഇൻഡ് ബീറ്റ, 2 സ്പിൻ സ്റ്റേറ്റുകളാണ്. അപ്പോൾ ഒരു ഇലക്ട്രോണിന്റെ വേവ് ഫംഗ്ഷൻ പറയണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, അതിന്റെ സ്പിൻ ഓർബിറ്റിൽ വെച്ചിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, ദ ഫസ്റ്റ് 2 സ്പിൻ ഓർബിറ്റൽസ് ഓഫ് ഹൈഡ്രജൻ ലൈക്ക് ആറ്റം.
അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഫസ്റ്റ് 2 സ്പിൻ ഓർബിറ്റിൽ പറയുമ്പോൾ നമ്മൾ Psi 100 ഒക്കെ ഓൾറെഡി ലോവർ ക്ലാസ്സുകളിലും നമ്മുടെ യൂണിറ്റ് 4-നകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ ഇക്വേഷൻ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടം വരെയുള്ള ഇക്വേഷൻസ് ഒക്കെ നമ്മൾ ഡെറൈവ് ചെയ്തിട്ടുണ്ട്. ദെൻ എന്തായിരുന്നു അതിന്റെ സ്പിന്നും കൂടി ആൽഫ സ്പിന്നും കൂടി വരുന്നത്, ദാറ്റ് ഈസ് ആൽഫ. ദെൻ അതിന്റെ ബീറ്റ സ്പിന്നും കൂടി വരുന്നത്, ദാറ്റ് ഈസ് ബീറ്റ. ഇതാണ് 2 സ്പിൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ദെൻ ഈ സ്പിൻ ഓർബിറ്റൽസ് എന്താ ഓൾസോ നോർമലൈസ്ഡ് ആൻഡ് ഓർത്തോഗണൽ. നോർമലൈസ്ഡ് എന്ന് പറയുമ്പോൾ എന്താ ആൽഫ ഇൻറ്റു അതിന്റെ കോഞ്ചുഗേറ്റഡ് അല്ലെങ്കിൽ ബീറ്റ ഇൻറ്റു ബീറ്റ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ദെൻ ഓർത്തോഗണൽ എന്ന് പറയുന്നത് എന്താ ആൽഫയും ബീറ്റയും കൂടി ചെയ്യുമ്പോൾ 0 ആയിരിക്കും. ആൽഫയും അതുപോലെ ബീറ്റയും കൂടി ഇന്റഗ്രേറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതാണ് നോർമലൈസ്ഡ് ആൻഡ് ഓർത്തോഗണൽ കണ്ടീഷൻ എന്ന് പറയുന്നത്.